Dear students, in this session we are discussing incidence of tax and kinds of incomes. ഞാൻ ഓൾറെഡി കുറച്ച് നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. നമ്മൾ എപ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്? ഇൻസിഡൻസ്, ആ ഇൻസിഡന്റ് എപ്പോഴാണ് വരുന്നത്? അല്ലെ നമുക്കറിയാം, ഒരു ലിമിറ്റിന് മുകളിൽ നമ്മൾ ഇൻകം റിസീവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ആ ഇൻകത്തിന് മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. നമ്മൾ എത്രയാണോ റിസീവ് ചെയ്യുന്നത് ആ ഇൻകത്തിന്റെ ലിമിറ്റ് അനുസരിച്ചിരിക്കും നമ്മളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടി ഈ ടാക്സ് ഇൻഷുറൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന്റെ ടാക്സ് റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. റെസിഡന്റ് കൊടുക്കുന്ന ടാക്സ് ലയബിലിറ്റിയും നോൺ റെസിഡന്റ് കൊടുക്കുന്ന ടാക്സ് ലയബിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് ഇൻസിഡൻസ് സംഭവിക്കുന്നത് നമ്മളൊരു ലിമിറ്റിന് മുകളിൽ ഇൻകം ഏൺ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കൈൻഡ്സ് ഓഫ് ഇൻകം. ഓക്കെ, there are mainly 4 types of incomes. Income received, income deemed to be received, income which accrue or arise in India, then income deemed to accrues or arise in India. Okay, first പറയുന്നത് income received അല്ലെ, income received. ആ ടേം തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുക അല്ലെങ്കിൽ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ഇൻകം റിസീവ്ഡ് എന്ന് പറയാം. എല്ലാ ഇൻഡിവിജ്വലും, അത് റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഇൻഡിവിജ്വൽ ആയാലും അയാൾ ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ ഇൻകം റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ അയാൾ നിർബന്ധമായിട്ടും ടാക്സ് കൊടുക്കേണ്ടി വരും. ക്ലിയർ? രണ്ടാമത് പറയുന്നത് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. എന്താ പറയുന്നത്? ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ആ ഇൻഡിവിജ്വൽ ഇൻകം റിസീവ് ചെയ്തിട്ടില്ല, പക്ഷെ റിസീവ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ഡീംഡ്. നമ്മൾ ഈ ഡീംഡ് തന്നെ ടേമിന് ഒരുപാട് സ്ഥലത്ത് കേൾക്കും. നമ്മൾ ഇവിടെ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് പല സിറ്റുവേഷനിലും നമ്മൾ ഈ ഡീംഡ് ടേം യൂസ് ചെയ്യും. ഡീംഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നിരുന്നാൽ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ല എന്നിരുന്നാൽ കൂടി നമ്മൾ അത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ്. ക്ലിയർ? അത് രണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ആനുവൽ ഇൻക്രീസ് ഇൻ ബാലൻസ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്. നമുക്കറിയാം PF, നമ്മൾ കേട്ടിട്ടുള്ള ടേമാണ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഓരോ മാസം സാലറിന്റെ ഒരു പോർഷൻ PF ട്രാൻസ്ഫർ ചെയ്യും, 12%. അതുപോലെ തന്നെ മാനേജർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആരാണോ എംപ്ലോയറും ട്രാൻസ്ഫർ ചെയ്യും. ഈ PF അക്കൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് അതിന് ലോൺ എടുക്കാം അല്ലെങ്കിൽ റിട്ടയർമെന്റ് സമയത്ത് ലംസമായിട്ട് വിഡ്രോ ചെയ്യാം. ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അതായത് അതിനാണ് PF എന്ന് പറയുന്നത്. അപ്പൊ PF എന്തെങ്കിലും ആനുവൽ ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെന്താണ്? ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇപ്പൊ നമ്മുടെ PF അക്കൗണ്ടിൽ ഓരോ കൊല്ലവും എമൗണ്ട് കൂടി വരും. ഓരോ കൊല്ലം എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ആ എമൗണ്ട് കൂടുന്ന എമൗണ്ട് അത് റിസീവ് ചെയ്യുന്നുണ്ടോ? ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അയാളുടെ അക്കൗണ്ടിൽ PF അക്കൗണ്ടിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണ്. അതെന്താണ്? ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ ആയിട്ട് കൺസിഡർ ചെയ്യും. പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട്. രണ്ടാമത് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഓഫ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതും ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞ ഇൻകം റിസീവ്ഡ്. പ്രീവിയസ് ഇയറിൽ ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻകം റിസീവ്ഡ് എന്ന് പറയാം. ഇൻകം ഡീംഡ് ടു റിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ആ വ്യക്തിയുടെ ഇൻകം അല്ല, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ആ ഇൻകം ഏൺ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ കൂടി അത് അയാൾ റിസീവ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. ഇൻകം റിസീവ് ചെയ്തിട്ടില്ല എന്നിരുന്നാൽ അത് അയാളുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അത് രണ്ട് കേസാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആനുവൽ ഇൻക്രിമെന്റ് വരുന്നത് ഡീംഡ് ടു റിസീവ് ആണ്. അതുപോലെ തന്നെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എന്തെങ്കിലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അക്രൂസ് ഓർ അറൈസ് ഇൻ ഇന്ത്യ. എന്താ അക്രൂസ് എന്ന്? നമ്മള് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അക്രൂഡ് ഇൻകം അക്രൂഡ് ഇൻകം എന്തായിരുന്നു? ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. 1 ലക്ഷം രൂപ ഡെപ്റ്റർ അടുത്ത് കിട്ടാനുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്താണ്? അക്രൂഡ് ഇൻകം ആണ്. അതേ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇൻകം വിച്ച് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ.
നമ്മൾ എന്താണ് ഇൻകം ഏൺ ചെയ്തു, എനിക്കൊരു ഇൻകം കിട്ടാനുണ്ട്, അത് റിസീവ് ചെയ്യാനുള്ള റൈറ്റും എനിക്കുണ്ട്, പക്ഷെ ഞാനത് റിസീവ് ചെയ്തിട്ടില്ല. അതായത് അക്രൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻകം റിസീവ്ഡ് ആണ്, നമ്മൾ എന്താ റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പറയുന്നത് എന്താണ് ഇൻകം ഏൺ ചെയ്തു. കാരണം എന്താണ് ഇൻകം ഏൺ ചെയ്തു പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. അതിന് നമുക്ക് എന്ത് പറയാം, ഇൻകം വിച്ച് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയാം. അതെന്താണ് നമുക്ക് എന്താണ് ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, അതാണ് എന്ത് അക്രൂസ് ഓർ അറൈസ് ഇൻ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്നത്. ഇതിന് അടുത്ത് പറയുന്നത് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. കണ്ടോ അവിടെ ഡീംഡ് വന്നു. അതെന്താണ് ആക്ച്വലി അത് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ അല്ല. എന്താണ് നമുക്ക് അങ്ങനെ ഒരു ഇൻകം ഏൺ ചെയ്തിട്ടില്ല, കിട്ടാനില്ല. എന്നിരുന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻകം നമ്മളുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും, അല്ലെ? എന്താണ് ഇവിടെ ഇൻകം വിച്ച് അക്രൂ അറൈസ് ഇൻ ഇന്ത്യന്റെ ഡീംഡ് വരുമ്പോൾ എന്ത് വരും, അങ്ങനെ ഒരു ഇൻകം ഇല്ല, എന്നിരുന്നാൽ കൂടി എന്താണ് അത് അക്രൂ അല്ലെങ്കിൽ അറൈസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. ആ കേസിൽ കുറച്ചധികം ഇൻകംസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെന്താണ് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയാണ്. ദെൻ ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ഡീംഡ് ടു അക്രൂ ആണ്. ദെൻ സാലറി ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഒരു സാലറി ഏൺ ചെയ്തു പക്ഷെ അത് റിസീവ് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്, എന്നിരുന്നാൽ കൂടി എന്താണ് ഡീംഡ് ടു അക്രൂ ആയിട്ട് കൺസിഡർ ചെയ്യും. Then salary payable by government of India to a citizen of India for a service rendered outside India. ഇന്ത്യക്ക് പുറത്തൊരു സർവീസ് റെൻഡ് ചെയ്തു, ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യക്ക് പുറത്തൊരു സർവീസ് റെൻഡർ ചെയ്തു, പക്ഷെ എന്താണ് അതിന്റെ ഇൻകം അതിന്റെ മുകളിൽ ഇൻകം കിട്ടുകയും ചെയ്തു എങ്കിൽ എന്താണ് അത് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. ദെൻ ഡിവിഡന്റ് പെയ്ഡ് ബൈ an ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ. ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഡീംഡ് ടു അറൈസ് ഇൻ ഇന്ത്യ ആണ്. Then interest paid by the government of India on money borrowed outside India. ഇന്ത്യക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കടം എടുത്തു, അതിന്റെ ഇൻട്രസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പേ ചെയ്യുകയാണ് എങ്കിൽ എന്താണ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. Then royalty payable by the government of India. Government of India royalty pay ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡീംഡ് ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യ ആണ്. Then fees for technical services payable by Indian government. ഇന്ത്യൻ ഗവൺമെന്റ് എന്തെങ്കിലും ടെക്നിക്കൽ സർവീസിന് വേണ്ടി പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതും എന്താണ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, ഇത്രയാണ് എന്ത് പറയുന്നത് കൈൻഡ്സ് ഓഫ് ഇൻകത്തിൽ പറയുന്നത്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. ഇൻകം റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ഇൻകം റിസീവ്ഡ് എന്ന് പറയാം. ഇൻകം ഡീംഡ് ടു റിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ഇൻകം റിസീവ് ചെയ്തിട്ടില്ല, എന്നിരുന്നാൽ കൂടി എന്താണ് അത് ഇൻകം റിസീവ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യും, അതാണ് ഡീംഡ് ഉദ്ദേശിക്കുന്നത്. ഇതിന് അടുത്തത് ഇൻകം വിച്ച് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. നമുക്ക് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തു പക്ഷെ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഇൻകം ആണ് എന്ത് ഇൻകം വിച്ച് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അത് രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള ഇൻക്രിമെന്റ് ആയിട്ട് വരുന്ന എമൗണ്ടും, അതുപോലെ തന്നെ അൺറെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡിലേക്ക് എന്ത് ചെയ്യും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതും. ദെൻ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. എന്താ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു ഇൻകം ഏൺ ചെയ്തിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു ഇൻകം കിട്ടാനില്ല, എന്നിരുന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യും അത് അക്രൂഡ് ആയി അല്ലെങ്കിൽ അറൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് എന്ത് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയിൽ പറയുന്നത്. അതിൽ നമ്മൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. ഒന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുമായി കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം, ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും പ്രോപ്പർട്ടിന്റെ മുകളിൽ ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻകത്തിന്റെ മുകളിലുള്ള അത് ഡീംഡ് ടു അക്രൂഡ് ഓർ അറൈസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് സാലറി ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ റോയൽറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡിവിഡന്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ ഗവൺമെന്റ് ഡിവിഡന്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടെക്നിക്കൽ സർവീസിന് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. ക്ലിയർ? ഓക്കെ, ഇനി ഞാൻ ആ ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു, ആ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് കൈൻഡ്സ് ഓഫ് ഇൻകംസ് പഠിച്ചു. ഇനി അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് നോക്കാം. ഞാൻ തന്നിട്ടുള്ള ടേബിള്, ആ ടേബിൾ അതുപോലെ തന്നെ പഠിക്കണം. ആ ടേബിൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത സെഷനിൽ. ഈ ടേബിൾ അതുപോലെ തന്നെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ആ ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാം 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാം. റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, 3 ക്ലാസിഫിക്കേഷൻ ആയിട്ട് കാണാം. ആ 3 രീതിയിലുള്ള ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നതാണ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ.
ആ രണ്ട് കേസിൽ എന്താണ്? റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്, നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഒരു 1 lakh rupees കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ആ 1 lakh rupeesന്റെ മുകളിൽ എന്താണ്? റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം. അതായത് ഇൻകം റിസീവ്ഡ് ഓർ ഇൻകം ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ, ഈ രണ്ട് കേസിലും നമ്മൾ എത്ര ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇൻകത്തിന് മുകളിൽ എന്താണ്? റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം. അതാണ് മീൻ ചെയ്യുന്നത്. ഇതിന് അടുത്ത് പറയുന്നത് ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇന്ത്യ. എന്താണ്? നമുക്ക് നേരത്തെ പറഞ്ഞതാ ഇൻകം വിച്ച് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. നമുക്കൊരു ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം. ദെൻ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അടുത്ത് അതെന്താണ്? 3 കേസിലും ടാക്സബിൾ ആണ്. റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം. ക്ലിയർ? ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂഡ് അറൈസ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യ. ഈ 4 കേസിലും എന്താണ്? റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്, ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്, നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. ക്ലിയർ? ഇതിനടുത്ത് നോക്കാം. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ദ ബിസിനസ് കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. എന്താണത്? ഇന്ത്യക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടാനുണ്ട്, ഒരു ബിസിനസ്സിന് ഒരു ഇൻകം കിട്ടാനുണ്ട്, ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യക്ക് അകത്ത് നിന്നാണ് എങ്കിൽ എന്താണ്? റെസിഡന്റിനാണെങ്കിൽ ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആണ്, പക്ഷെ നോൺ റെസിഡന്റ് എന്താണ്? നോട്ട് ടാക്സബിൾ ആണ്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ മുകളിൽ കിട്ടുന്ന ഇൻകത്തിന്റെ മുകളിൽ റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും മാത്രം ടാക്സ് കൊടുത്താൽ മതി, നോൺ റെസിഡന്റിന് ടാക്സ് കൊടുക്കേണ്ട. ഇതിനടുത്ത് എന്താ പറയുന്നത്? ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്താണ്? ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ് അത് കൺട്രോൾ ചെയ്യുന്നതും ഇന്ത്യക്ക് പുറത്താണ്, അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണ് എങ്കിൽ റെസിഡന്റ് ആണെങ്കിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി, നോൺ റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ത് ചെയ്യേണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനടുത്ത് പറയുന്നത് ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആൻഡ് ബ്രോട്ട് ടു ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ. മുൻപുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ അയാൾ ഒരു ഇൻകം ഇന്ത്യക്ക് പുറത്തുനിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്, അത് ഈ വർഷം അതായത് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ എന്താണ്? 3 കേസിലും ടാക്സ് കൊടുക്കേണ്ട. റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കേണ്ട, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കേണ്ട, അതുപോലെ തന്നെ നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി കമ്പ്യൂട്ടേഷനിലേക്ക് കിടക്കേണ്ടത്. ഞാൻ ആ ടേബിൾ ഒന്നും കൂടെ പറയാം, പഠിക്കാൻ എളുപ്പമാണ്. ഒന്നും കൂടെ പറയാം. എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഡീംഡ് ടു റിസീവ് ഇൻ ഇന്ത്യ ആണെങ്കിലും അതുപോലെ തന്നെ ഡീംഡ് ടു അറൈസോ അറൈസ് ഇൻ ഇന്ത്യ ആണെങ്കിലും എന്താണ്? റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അത് അങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പൊ ആദ്യത്തെ 3 ഐറ്റം കഴിഞ്ഞു. പിന്നെ പറയുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ് അത് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നാണ് എങ്കിൽ അതിന്റെ മുകളിൽ കിട്ടുന്ന ഇൻകത്തിന്റെ മുകളിൽ റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ടാക്സ് കൊടുക്കണം, നോൺ റെസിഡന്റിന് ടാക്സ് കൊടുക്കേണ്ട. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതും ഇന്ത്യക്ക് പുറത്തു നിന്നാണ് എങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ മുകളിൽ റെസിഡന്റ് ആണെങ്കിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി, നോട്ട് റെസിഡന്റും നോൺ റെസിഡന്റ് എന്ത് ചെയ്യേണ്ട? നോട്ട് ഓർഡിനറി റെസിഡന്റും നോൺ റെസിഡന്റ് എന്ത് ചെയ്യേണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞ എന്താണ്? മുൻപുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ നമുക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു ഇൻകം കിട്ടിയിട്ടുണ്ട്, അത് പ്രീവിയസ് ഇയറിലാണ് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ക്ലിയർ? മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോ ഇതുവരെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു, അതിന്റെ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ടാവും. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തിയറി പഠിക്കും. ഇപ്പൊ നമ്മൾ കുറെ തിയറി പഠിച്ചു, ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ടേബിൾ പഠിച്ചു, ടാക്സ് ട്രീറ്റ്മെന്റിന്റെ. ഈ ടേബിൾ അതുപോലെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ തിയറി ബൈഹാർട്ട് ആക്കി പഠിക്കുക, തിയറി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇൻകം ടാക്സിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്. കുറെ തിയറീസ് വരും, കുറെ കണ്ടീഷൻസ് വരും. ഈ കണ്ടീഷൻസ് അതുപോലെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പൊ കണ്ടീഷൻസ് മനസ്സിലാക്കിയ ഒരാൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ
തരുന്ന കാര്യങ്ങൾ തിയറി തരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക, ഈ ടേബിള് നന്നായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ ഇനി അടുത്ത സെഷനിൽ ഞാൻ തരുന്ന പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. താങ്ക് യു.